ഹിന്ദുത്വവാദികൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹം എന്തുകൊണ്ടാണത് പറഞ്ഞത് എന്ന്. ഒരു മനുഷ്യൻ എപ്പോഴാണ് ഒരു കൊലപാതകയാകുന്ന അയാൾ അക്രമത്തിലേക്ക് പോകുന്നത്, മനുഷ്യരിൽ താഴെയാകുമ്പോഴാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളെന്ന് അവർ എഴുതി വെച്ചു. അവരെ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധയിലായിരുന്നു ഹിന്ദുത്വവാദികൾ. വാർത്തയിലുള്ളത് മഹ്തിയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ജനുവരി 30 രക്തസാക്ഷിത്വ ദിനം രാഷ്ട്രം ആചരിക്കുകയുണ്ടായി. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് രാജ്യം മാർട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത് ആചാരമായിട്ട് മാറിയിട്ടുണ്ട്. രാജ്ഘട്ടിൽ പുഷ്പചക്രം അർപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഗവർണർമാർ ഒരാചാരം പോലെ അത് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈയിടെയായി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നൊരു കാര്യം, സാധാരണഗതിയിൽ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണ്. അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദിശ നിർണയിച്ച ആളാണ്. അഹിംസ, നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു അതിശക്തമായ ആയുധം അടിച്ചമർത്തപ്പെട്ടവർക്ക് നൽകിയ ആളാണ് അദ്ദേഹം. ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ പല സ്ഥലങ്ങളിലെയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറും അടക്കമുള്ള വലിയ വിമോചന പോരാളികൾ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അവർ എന്നും ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവെ സാധാരണഗതിയിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന കഥകൾ, നമ്മുടെ നാട്ടിൽ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ തീരെ ഇല്ലാതില്ല. എന്തുകൊണ്ട് ഞാൻ മഹാത്മാഗാന്ധിയെ കൊന്നു എന്ന് ഗാന്ധിജിയുടെ ഘാതകനായ നാഥുറാം ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഒരു അഫിഡവിറ്റിൽ കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ മഹാത്മാഗാന്ധിയെ കൊന്നു എന്നുള്ളത്. ഗോഡ്സെയും അദ്ദേഹത്തിൻ്റെ വാദങ്ങളും സാധാരണഗതിയിൽ ഇന്ത്യയിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാക്കിയിട്ടില്ല. ഹിന്ദുത്വ രാഷ്ട്രീയം തിരഞ്ഞെടുപ്പിലൂടെ അധികാരം ഏറ്റെടുത്ത കാലങ്ങളിൽ പോലും നമ്മളധികം ഈ ഗാന്ധി ഘാതകൻ്റെ വാദത്തിന് വലിയ പ്രാമുഖ്യം കിട്ടിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. വി ഡി സവർക്കറുടെ ഒരു പടം പാർലമെൻറ്റിൽ മഹാത്മാഗാന്ധി ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴികെ ഗാന്ധി ഹത്യയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട വീഥികളിൽ നിന്ന് വരെ ഇടം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ കാലം മാറിയിരിക്കുന്നത് നമ്മൾ കാണണം. എന്താണ് മാറിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് മാറിയിരിക്കുന്നത് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മഹാത്മാഗാന്ധി നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശാഖയുടെ മുന്നണി പോരാളിയായിരുന്നു, അതിന് ദിശ നിർണയിച്ച ആളായിരുന്നു എന്നുള്ളതിൽ ആർക്കും തർക്കമുണ്ടാകാൻ സാധ്യമല്ല. അദ്ദേഹം മാത്രമായിരുന്നില്ല, പല രീതിയിലുള്ള സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു കണക്കിന് കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെതായ രീതി അവലംബിച്ചിരുന്നു. മറ്റ് തീവ്രമാർഗ്ഗക്കാർ ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകളുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടറിഞ്ഞ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ വിമോചന പോരാട്ടം മാത്രമായിട്ടല്ല, അതിലെ ഒരു ജനതയുടെ, ഇന്ത്യയിലെ മനുഷ്യരുടെ ആകെ തന്നെയുള്ള വിമോചന പോരാട്ടമായിട്ടാണ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തത്. അതുകൊണ്ടാണ് ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടം മഹാത്മാഗാന്ധിയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ വലിയ ഭാഗമായിട്ട് വന്നത്. അതല്ലെങ്കിൽ ജാതി എന്നുള്ളത് നമ്മുടെ ഇതിൽ വരേണ്ടതില്ല. മഹാത്മാഗാന്ധിയെ നമ്മൾ കാണുന്നത് ജാതിക്കെതിരെയുള്ള നിലപാടുകൾ കുറേശ്ശെ കർക്കശനാക്കിക്കൊണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധിയെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. അത് സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി അദ്ദേഹം ഇഴുകിച്ചേർത്തു. ഇപ്പോൾ ഖാദി എന്ന് വെച്ചാൽ അത് നമ്മളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അടയാളമായി അദ്ദേഹം കൊണ്ടു നടന്നു. ഗ്രാമസ്വരാജ് എന്ന് പറയുമ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃകയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യ സ്വതന്ത്രരായ പൗരരുടെ ഇന്ത്യ കൂടി ആയിരിക്കണം എന്നുള്ളൊരാഗ്രഹം, എന്നുള്ള ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൊരു വസ്തുതയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ രാമരാജ്യം എന്ന് പറയുമ്പോൾ അതൊരു ഹിന്ദുത്വ രാജ്യമല്ല, എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് കാണാൻ സാധിക്കുന്ന, നീതി നിർവഹിക്കപ്പെടാൻ പറ്റുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിലാണ് അദ്ദേഹം രാമരാജ്യത്തെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഈ രാമരാജ്യ സങ്കല്പത്തിനും ആ സങ്കല്പം എതിര് നിന്നത്, അതല്ലെങ്കിൽ അത് ഏതിനാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, അത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിൽ ജാതി അടക്കം, മതമടക്കം
ഒരു സമ്പ്രദായത്തിന് മേൽക്കോയ്മ കിട്ടുന്ന, മനുഷ്യരായി തുല്യരായി കാണുന്നു എന്ന് സങ്കല്പിക്കാൻ പോലും ആകാത്ത ഹിന്ദുത്വ ശക്തികൾ അവരെ ഏത് രാജ്യത്തെ വിഭാവനം ചെയ്തോ ആ രാജ്യത്തിനെതിരായിരുന്നു മഹാത്മാഗാന്ധിയുടെ നിലപാട്. അത് കൺഫ്രണ്ടേഷനിസ്റ്റായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പലതരത്തിലുള്ള ശാഖകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നേതാജി സുഭാഷ് ചന്ദ്രബോസും മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റു മഹാത്മാഗാന്ധിയും അവർ തമ്മിൽ വളരെ രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷേ ആ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ഏതിൻ്റെ കാര്യത്തിലാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ സമരം ഏതൊക്കെ രീതിയിൽ നടത്തണം എന്നുള്ള കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അതല്ലാതെ ബ്രിട്ടൻ ഇന്ത്യ വിടുക എന്നുള്ള അടിസ്ഥാനപരമായ നമ്മുടെ ആവശ്യത്തിൽ ആരും പുറകോട്ടല്ല. അത് അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു. അവരങ്ങോട്ട് പരസ്പര ബഹുമാനം പുലർത്തിയിരുന്നു. അന്ന് തിരിഞ്ഞു നിന്ന ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ. ഇപ്പം നമ്മൾ കമ്മ്യൂണിസ്റ്റുകൾ എവിടെയായിരുന്നു? കമ്മ്യൂണിസ്റ്റുകളും അവരുടെ രീതിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്നുള്ളത് പാരാമൗണ്ടായിട്ട് ഏറ്റവും പരമപ്രധാനമായ കാര്യമായിട്ടാണ് ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഓരോ കൈവഴിയും ഉറപ്പിച്ചിരുന്നത്. അതിന് നേരെ തിരിഞ്ഞു നടന്ന ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ. അത് ഹിന്ദുത്വവാദികളാണ്. അവർ ബ്രിട്ടനെതിരെ സമരം ചെയ്ത് ഊർജം പാഴാക്കേണ്ടതില്ല എന്നൊരു നിലപാടെടുത്തു. ഇന്ത്യയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളെന്ന് അവർ എഴുതി വെച്ചു. അവരെ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധയിലായിരുന്നു ഹിന്ദുത്വവാദികൾ. അതേസമയം ഇന്ത്യ സ്വതന്ത്രമാകണമെന്നുള്ള അപ്പോൾ ആ സമയം തുടങ്ങി ഹിന്ദുത്വവാദികളും ദേശീയവാദികളും തമ്മിലുള്ള ഒരു യുദ്ധം നടന്നിരുന്നു. അതിൽ വലിയ മുന്നേറ്റം മഹാത്മാഗാന്ധി നേടുകയുണ്ടായി. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം എന്നുള്ളത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രായോഗികമായി അതിൻ്റെ മരണമണിയായിരുന്നു. പിന്നെ അവർ വന്ന രീതിയിൽ പിന്നെ അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മഹാത്മാഗാന്ധി പ്രാക്ടിക്കലി എലിമിനേറ്റഡ് ഹിന്ദുത്വ പൊളിറ്റിക്സ് ഫോർ എവർ ഇൻ ദ ഏർലി പീരിയഡ് ഓഫ് അവർ ഇൻഡിപെൻഡൻസ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്ക സമയത്ത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഇന്ത്യക്ക് നൽകിയ ഏറ്റവും വലിയ മഹാത്മാഗാന്ധി എന്ന മനുഷ്യൻ ഇന്ത്യക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്നുള്ളത് നമ്മുടെ ദേശീയ പ്രസ്ഥാനം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം കൂടിയാണ്. നമ്മൾ ഒരു ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ റിപ്പബ്ലിക്കായി നമ്മുടെ രാജ്യം നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ആ രക്തസാക്ഷിത്വം കൊണ്ട് ആണ് നമ്മൾ ഒരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കിനെ അതിൻ്റെ ശിലകൾ നമ്മളിട്ടത്. അതിൻ്റെ മണ്ണ് കുഴച്ചപ്പോൾ, അതിൻ്റെ കല്ലുകൾ നമ്മൾ പാകിയപ്പോൾ അവിടെ ഇട്ട മണ്ണ് നമ്മൾ കുഴച്ച് അതിനെ ഉറപ്പിച്ചതിൽ മഹാത്മാഗാന്ധിയുടെ രക്തം കൂടി ഉണ്ടായിരുന്നു. ആ കല്ലുകളിലാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം നമ്മൾ പടുത്തുയർത്തിയത്. അത് പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മതനിരപേക്ഷത, ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം, ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം ഇതിനെ പൊളിച്ച് ഹിന്ദുത്വവാദികൾ സ്വപ്നം കാണുന്ന ഒരു ശരിയായ ഫാഷിസ്റ്റ് രാജ്യം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ഈ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ അടിക്കല്ലുകൾ പൊളിക്കേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടല്ല, മൃഗങ്ങൾ ജീവിക്കുന്ന നാട് പോലുമല്ല, മെഷീനുകൾ, യന്ത്രങ്ങളെപ്പോലെ മനുഷ്യർ ജീവിക്കുന്ന നാടുകളാണ് ഫാഷിസ്റ്റുകളുടെ ആഗ്രഹം. അവർക്കതിന് അവരുടേതായ ന്യായീകരണങ്ങളുണ്ട്, അവരുടേതായ സാംസ്കാരിക വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യർ ചിന്തിക്കേണ്ടതില്ല, മനുഷ്യർ സ്വന്തമായി ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല, അവരുടെ ജീവനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല. അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചിന്തിച്ച് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും ചിന്തിക്കേണ്ടതില്ല. മെഷീനുകളെ പോലെ രാവിലെ എണീക്കുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നു. ഇത്രയും കാര്യങ്ങൾ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ വേണ്ട എന്നുള്ളത് നമ്മൾ ഇവരുടെ പ്രമുഖ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ തന്നെ അത് വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതേസമയം ഒരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾ മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് നിന്ന് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ്. അതിൻ്റെ അകത്ത് പാകപ്പിഴകളുണ്ടാകും, പാളിച്ചകളുണ്ടാകും, നേട്ടങ്ങളുണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യ ഇന്ത്യ ഈ അവസ്ഥ നമ്മൾ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നിടത്ത് നമ്മൾ എത്തി നിൽക്കുന്ന ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മുമ്പോട്ടും പുറകോട്ടുമുള്ള യാത്രകൾ പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ മുമ്പോട്ട് പോകുന്നു എന്ന് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. ഈ മുമ്പോട്ട് പോക്കലിനെ തടയാനുള്ള വലിയ ശ്രമം നമ്മുടെ നാട്ടിലെ വർഗീയവാദികൾ നടത്തുന്നുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർക്കറിയാം എന്തുകൊണ്ട് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന പേര്, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം എന്നിവ അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് നേരെ ഘടകവിരുദ്ധമാണ് എന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഉള്ള ഇന്ത്യയിൽ അവരുടെ വർഗീയ രാഷ്ട്രീയം, അവരുടെ ഫാഷിസ്റ്റ് രാഷ്ട്രീയം വിലപ്പോവില്ല എന്നുമുള്ള ഉത്തമ ബോധ്യം
ധാരണ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മൾ ബഹുമാനിക്കുന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അടിത്തറ ഭാഗിയ മനുഷ്യൻ്റെ ആശയങ്ങളെ, അദ്ദേഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ പരിശ്രമം ഇതിൻ്റെ പിറകിൽ നടക്കുന്നുണ്ട്. അദ്ദേഹം ഹിന്ദുമതത്തെ അതിൻ്റെ എല്ലാവിധ ശക്തിയും ചോർത്തിക്കളഞ്ഞു എന്നുള്ളതായിരുന്നു ഗോഡ്സെയുടെ ആരോപണം. ഇപ്പോൾ ആ ആരോപണം വീണ്ടും മലയാളത്തിൽ നമ്മളൊക്കെ സംസാരിക്കുന്ന ഭാഷയിൽ പോലും തിരിച്ചു വന്നിരിക്കുകയാണ്. അത് വേറെ വിധത്തിൽ. മഹാത്മാഗാന്ധി നമുക്കറിയാം, സ്വാതന്ത്ര്യം ലഭിച്ച ആ കാലത്ത് നമ്മുടെ രാജ്യം മതത്തിൻ്റെ അടിസ്ഥാനം വിഭജിക്കപ്പെട്ട സമയത്ത് ഇന്ത്യയിൽ അന്ന് ബാക്കിയുണ്ടായിരുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലനിന്ന ആളാണ് മഹാത്മാഗാന്ധി. കാരണം നീതി എന്നുള്ളത് ഏറ്റവും ദുർബലനായ മനുഷ്യന് ലഭിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയിൽ ബാക്കിയുണ്ടായിരുന്ന മനുഷ്യരെ, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുണ്ടായിരുന്ന മനുഷ്യരെ, ദുർബലരായ മനുഷ്യരെ രക്ഷപ്പെടുത്താനുള്ള വലിയ ശ്രമത്തിലായിരുന്നു മഹാത്മാഗാന്ധി. അതുപോലെ തന്നെ ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമുക്കൊരു ധാർമ്മിക ബാധ്യത, ആ ബാധ്യതകൾ ഫോർ വാട്ട് എവർ അതർ റീസൺസ്, മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നുള്ള വളരെ നൈതികമായ തീരുമാനങ്ങൾ മഹാത്മാഗാന്ധി എടുത്തു. അങ്ങനെ മഹാത്മാഗാന്ധിക്കെതിരെ വലിയ നീളത്തിലുള്ള കുറ്റപത്രങ്ങളുണ്ട്. മഹാത്മാഗാന്ധി അദ്ദേഹം ഒരു വിഭജനത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും പുതിയ ആരോപണങ്ങളൊന്നും ഞാൻ കണ്ടത് അതാണ്. ഹിന്ദുക്കളെ കൊല്ലരുത്, മുസ്ലിങ്ങളെ കൊല്ലരുത് എന്ന് അദ്ദേഹം ഹിന്ദുക്കളോട് പറഞ്ഞു. അവർ നിങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ മരിച്ചു വീഴണം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. അത് പറഞ്ഞതാണ്, സത്യമാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ഹിന്ദുത്വവാദികൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹം എന്തുകൊണ്ടാണത് പറഞ്ഞത് എന്ന്. ആ പറച്ചിലിലൂടെ, അതായത് ഒരു ഇപ്പം ഇതുപോലെ തന്നെ ഒരു വർത്തമാനം ബൈബിളിലുണ്ട്. നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുക, നിങ്ങളുടെ ഒരു കവിൾ തല്ലുന്നവന് മറ്റേ കവിളും കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം അത് വളരെ പ്രായോഗികമാണ്, തിയറിറ്റിക്കൽ മാത്രമല്ല, അത് വളരെ പ്രായോഗികമാണ്. നിങ്ങളുടെ നേരെ ഒരാൾ വയലൻസ് കാണിച്ചാൽ, തിരിച്ച് നിങ്ങൾ വയലൻസ് കാണിച്ചാൽ നിങ്ങളവിടെ ന്യൂട്രലൈസ് ചെയ്യപ്പെടുകയാണ്. അതേസമയം നിങ്ങൾ നോൺ വയലൻസ് ആണ് നിങ്ങൾ അഹിംസയാണ് കാണിക്കുന്നെങ്കിൽ നിങ്ങൾ അയാൾക്ക് മേൽ ധാർമ്മികമായ ജയം നേടുകയാണ്. ആ ധാർമ്മികമായ ജയം കൊണ്ട് നിങ്ങൾ എതിരാളിയെ കീഴ്പ്പെടുത്തുകയാണ്. നോൺ വയലൻസ് എന്നുള്ള ഏറ്റവും വലിയ ആയുധം ഇന്ത്യ ബ്രിട്ടനെതിരെ പ്രയോഗിക്കുമ്പോൾ ഇതാണ് മഹാത്മാഗാന്ധി പ്രാക്ടീസ് ചെയ്തത്. കാരണം ബ്രിട്ടൻ്റെ കയ്യിലുള്ള വലിയ ആയുധശേഖരങ്ങൾ, അവരുടെ പോലീസ്, അതിനെതിരെ നിരായുധരായ മനുഷ്യർ ചെന്ന് നിന്ന് തല്ലുവാങ്ങുന്നു. ഇപ്പോൾ നമ്മൾ ഗാന്ധി സിനിമയിൽ അതിനെക്കുറിച്ചുള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനുണ്ട്. അതിൻ്റെ അകത്ത് മനുഷ്യർ അതൊക്കെ നടന്ന കാര്യങ്ങളാണ്. അതിന് വേറെ വിധത്തിൽ കുറച്ചും നമുക്ക് ക്ലിയറായിട്ട് ആ സിനിമയ്ക്ക് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതൊക്കെ നടന്ന കാര്യങ്ങളാണ്. മനുഷ്യർ ചെല്ലുന്നു, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യക്കാരായ പോലീസുകാരും ഈ പാവപ്പെട്ട സത്യാഗ്രഹികളെ അവർ ചെല്ലുന്നു, അവരെ ഭീകരമായി മർദ്ദിക്കുന്നു, അവർ താഴെ വീഴുന്നു, അടുത്ത ആൾ വരുന്നു, തല്ലുന്നു. ഇത് കണ്ടു നിന്ന ഒരു അമേരിക്കൻ പത്രലേഖൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് സന്ദേശം അയക്കുകയാണ്. ബ്രിട്ടൻ ഏതെങ്കിലും തരത്തിൽ ലോകത്തിൽ ധാർമ്മിക അധികാരമുണ്ടായിരുന്നെങ്കിൽ അത് ഈ ദുർബലനായ ഇന്ത്യക്കാരൻ്റെ മുമ്പിൽ അത് തീർന്നുപോയി എന്ന് ഈ വിദേശിയായ പത്രലേഖൻ അയാളുടെ ഓഫീസിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ ധാർമ്മിക അധികാരത്തെയാണ് ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഴുവൻ സമയത്തും ഉയർത്തിപ്പിടിച്ചത്. അതേ കാര്യം തന്നെയാണ് അദ്ദേഹം വിഭജനത്തിൻ്റെ സമയത്തും പറഞ്ഞത്. നിങ്ങൾ ഹിന്ദുക്കളോടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം ഹിന്ദു മതത്തിൻ്റെ ഒരു പ്രവാചകൻ കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹിന്ദുക്കളോട് പറഞ്ഞു, മുസ്ലിങ്ങൾ നിങ്ങളെ കൊന്നാൽ നിങ്ങൾ തിരിച്ചു കൊല്ലരുത് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മേൽ ധാർമ്മികമായി വിജയം നേടുക. മുസ്ലിങ്ങൾക്ക് നേരെ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ പേരിൽ കൊല്ലാനിറങ്ങിയവർക്ക് നേരെ അഹിംസയുടെ മന്ത്രം വെച്ചുകൊണ്ട് ധാർമ്മികമായ ജയം നേടുക എന്നുള്ളതാണ് മഹാത്മാഗാന്ധി ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെ വികലമായിട്ട് വ്യാഖ്യാനിച്ച് ഹിന്ദുക്കളെ വീണ്ടും നിർവീര്യരാക്കി കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പം. അതായത് ഹിന്ദുത്വ ശക്തികൾ അതല്ലായിരുന്നെങ്കിൽ യുദ്ധം ചെയ്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയനെ, യുദ്ധം ചെയ്ത് അവർ നമ്മുടെ വിഭജനം തടഞ്ഞനെ, എല്ലാം വായുവിൽ വരയ്ക്കുന്ന കഥകളാണ് നമ്മൾ ഓർക്കണം. ഇത് പലരും തമാശയായിട്ട് പറയാറുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജാഥ വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ അത് കാണാൻ വേണ്ടി പോയപ്പം തേങ്ങ വീണോ പാമ്പ് കടിച്ചോ മരിച്ച ഒരു RSSകാരനോ ഹിന്ദുത്വവാദിയോ നമ്മുടെ നാട്ടിലില്ല എന്ന് പറയും. കാരണം സ്വാതന്ത്ര്യ സമരവുമായിട്ട് അത്രയധികം അവർ യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളായിരുന്നു അവർ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മനുഷ്യർ കഷ്ടപ്പെട്ടുണ്ടാക്കി നേടിയ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചുള്ള പുതിയ കഥകളുമായിട്ട് ഇവർ രംഗത്ത് വരുന്നത്. ഇതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ.
മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനവും രൂപം കൊടുത്തതാണ് ഈ രാജ്യത്തിൻ്റെ ദേശീയത എന്നുള്ളത്. ആ ദേശീയത എന്നുള്ളത് അടിസ്ഥാനപരമായി മതനിരപേക്ഷതയിൽ, വൈവിധ്യങ്ങളുടെ അംഗീകാരത്തിൽ, സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ അവകാശത്തിൽ എന്ന് തുടങ്ങി മനുഷ്യൻ്റെ അന്തസ്സിൽ, ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും അന്തസ്സുണ്ട്, അയാളുടേതായ അന്തസ്സുണ്ട്, അയാളുടേതായ രീതികൾ പിന്തുടരാൻ അയാൾക്ക് അവകാശമുണ്ട്, അയാൾക്ക് അയാളുടെ മതവിശ്വാസം പിന്തുടരാം, അയാൾക്ക് അയാളുടെ വസ്ത്രം ധരിക്കാം, അയാൾക്ക് അയാളുടെ ഭക്ഷണം കഴിക്കാം എന്നിങ്ങനെ ഒരു മനുഷ്യൻ അയാളുടെ സ്വത്വവുമായി കണക്കാക്കുന്ന ഏത് കാര്യങ്ങളിലും വലിയ സ്വാതന്ത്ര്യം ലഭിക്കുന്ന, അതേസമയം ഒരു സമൂഹമായി തന്നെ ജീവിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ എന്നുള്ള വലിയ സങ്കല്പത്തിൻ്റെ പുറത്താണ് ഈ രാജ്യം സൃഷ്ടിക്കപ്പെട്ടത്. അതിൻ്റെ പിറകിലുള്ള സന്ദേശം, അതിൻ്റെ പിറകിലുള്ള താത്വികമായ അടിത്തറ എന്നുള്ളത് മഹാത്മാഗാന്ധിയുടേത് തന്നെയായിരുന്നു. അതിൽ അദ്ദേഹം മതങ്ങളുടെ വ്യത്യസ്തതകൾ, വ്യതിരിക്തതകൾ ഒക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈശ്വര അല്ലാ തേരെ നാം എന്ന് പറയാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അത് ഓരോരുത്തരുടെയും മതവിശ്വാസങ്ങൾ അവരവർ വളരെ പാവനമായി പ്രധാനമായി കണക്കാക്കുമ്പോൾ തന്നെ മറ്റു മതവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നവരെയും ബഹുമാനിക്കാനും അദ്ദേഹം മനുഷ്യരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ വിശ്വവിഖ്യാതമായ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്, ഞാൻ ഉത്തമനായ ഒരു ഹിന്ദു ആയതുകൊണ്ട്, ഞാൻ ഉത്തമനായ ഒരു മുസൽമാനുമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഈശ്വരനുമായി അത്രയധികം താതാത്മ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ എപ്പോഴാണ് ഒരു കൊലപാതകയാകുന്ന, അയാൾ അക്രമത്തിലേക്ക് പോകുന്നത്, മനുഷ്യരിൽ താഴെയാകുമ്പോഴാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഒരു മുസൽമാൻ, അത് വിഭജനത്തിൻ്റെ പ്രത്യേക കോണ്ടെക്സ്റ്റിൽ എന്ന് പറഞ്ഞാൽ മുസൽമാൻ ഹിന്ദുവിനെ കൊല്ലാൻ വരുന്നത് ആ പ്രത്യേക കോണ്ടെക്സ്റ്റിലാണ്, അല്ലെങ്കിൽ ഹിന്ദു മുസൽമാനെ കൊല്ലാൻ വേണ്ടി പോകുന്ന ആ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലാണ്. അപ്പോഴാണ് അദ്ദേഹം ഹിന്ദു മതത്തിൽ ജനിച്ചു വീട് എന്നൊരാൾ കൂടി ആ ഐഡൻറ്റിറ്റി അദ്ദേഹം ഇന്ന് നിലനിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഹിന്ദുക്കളോട് പറഞ്ഞത്, നിങ്ങൾ തിരിച്ച് കൊല്ലരുത് എന്ന് പറയുന്നത്. അത് ആ വയലൻസ് അതോടുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അദ്ദേഹം ഫലപ്രദമായ ഒരു ടൂളാണ് അതിനകം മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ബ്രിട്ടനെതിരെ അദ്ദേഹം ആ ആയുധം ഉപയോഗിച്ചു, അതിൽ അദ്ദേഹം വിജയിച്ചു. അതുകൊണ്ട് തന്നെ അത് വിജയിക്കുന്ന ഒരു ആയുധമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദുക്കളോട് പറഞ്ഞത്, നിങ്ങൾ തിരിച്ചു കൊല്ലരുത് എന്ന് പറഞ്ഞത്. പക്ഷേ അതിനെ ഇപ്പം വ്യാഖ്യാനിക്കുന്നത് ഹിന്ദുക്കളെ ദുർബലനാക്കി എന്നുള്ള അതിവിചിത്രമായ വ്യാഖ്യാനങ്ങളാണ്. മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവും ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് നേരത്തെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ വായുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തിയറികളാണ്. പക്ഷേ ഈ തിയറികളൊക്കെ ഉണ്ടാക്കാനും അത് നമ്മുടെ നാട്ടിൽ പരത്താനും ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ അതീവ ജാഗ്രതയോടുകൂടി കാണേണ്ട കാര്യമാണ്. ഇവരുടെ ലക്ഷ്യം മഹാത്മാഗാന്ധിയുടെ പഴയ ഓർമ്മകളല്ല, അല്ലെങ്കിൽ ആ മനുഷ്യൻ 78 വളരെ ഫ്രജൈലായിട്ടുള്ള, വളരെ ദുർബലനായിട്ടുള്ള ശരീരമുണ്ടായിരുന്ന, 3 വെടിയേറ്റ് മരിച്ച മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ശരീരമല്ല. അദ്ദേഹം ബാക്കി വെച്ചിട്ട് പോയ ഇന്ത്യയാണ്. അതൊരു മതനിരപേക്ഷ ഇന്ത്യയാണ്, അതൊരു ഫെഡറൽ ഇന്ത്യയാണ്, അതൊരു റിപ്പബ്ലിക്കാണ്. അത് മനുഷ്യരെ തുല്യത എന്ന് പറയുന്ന ഒരാശയം മുമ്പിൽ വെച്ച് നീതി, നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആമുഖത്തിൽ പറയുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ആശയം എന്നുള്ളത് നീതി എന്നുള്ളതാണ്. നീതി എന്ന് പറയുമ്പോൾ അത് ഓരോ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ്. എല്ലാ മനുഷ്യർക്കും, വി ദ പീപ്പിൾ, ഇന്ത്യക്കാരായ നാം, അത് മുഴുവൻ എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശം എന്നുള്ള ധാരണയുടെ പുറത്താണ്. അത് ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു ജാതിക്കോ മതത്തിനോ പ്രാമുഖ്യം കൊടുക്കുന്നതിനെ എതിർക്കുന്നു. ഇതാണ് ഹിന്ദുത്വവാദികളുടെ പ്രശ്നം. നമ്മളുടെ ഭരണഘടനയുടെ ആമുഖമായാലും അതിൻ്റെ 1ാമത്തെ അനുച്ഛേദമായാലും അത് മുഴുവൻ പറയുന്നത് ഈ ദുർബലൻ നീതി കൊടുക്കാൻ പറ്റുന്ന, ശക്തൻ നീതി പാലിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ്. അതിൽ ജാതിക്ക് റോളില്ല, മതത്തിന് റോളില്ല, മനുഷ്യനാണ് ഏകകം. ഇത് അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളാണ് മഹാത്മാഗാന്ധിക്കെതിരെ വലിയ ആക്രമണം അഴിച്ചുവിടുന്നത്. അവർ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാദങ്ങൾ അവർക്ക് തന്നെ അറിയാം, അതിൻ്റെ നിരർത്ഥകത എത്രത്തോളം, അതിൻ്റെ മനുഷ്യത്വ വിരുദ്ധത എത്രയുണ്ടെന്ന് അറിയാത്ത ആളുകളല്ല. പക്ഷെ അവരുടെ ലക്ഷ്യം എന്നുള്ളത് ഒരു ഫാഷിസ്റ്റ് രാജ്യം, മനുഷ്യർ ചിന്തിക്കാത്ത മെഷീനുകളെ പോലെ മനുഷ്യർ നടക്കുന്ന ഒരു രാജ്യം സൃഷ്ടിക്കലാണ് എന്നുള്ളത് കൊണ്ട് അതിൽ ജാതിയുണ്ട്, അതിൽ മതമുണ്ട്, അതിൽ വംശീയതയുണ്ട്, അതിൽ അതിഭീകരമാംവിധം സ്ത്രീവിരുദ്ധതയുണ്ട്, മനുഷ്യത്വ വിരുദ്ധതയുണ്ട്. ഇതാണ് വർഗീയവാദികൾ, ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന, അവർ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ചിത്രം. ആ ചിത്രത്തിന് നേരെ വിപരീതമാണ് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി കണ്ട ചിത്രം. ഇവ തമ്മിലുള്ള ഒരു ക്ലാഷ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു.
ഇന്ത്യയിൽ ഭരണം നടത്തുന്നത് ഈ ഹിന്ദുത്വവാദികൾക്ക് ഒരു മേൽക്കൈയുള്ള ഒരു സംവിധാനത്തിലാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്രയധികം ധൈര്യം അവർക്ക് വരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യർ പ്രത്യേകിച്ചും നമ്മൾ ഇക്കാലം അത്രയും നിലനിന്നിരുന്നത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ടാണ്. അത് മതം മനുഷ്യരുടെ സ്വകാര്യമായിട്ടുള്ള ആവശ്യമായിരിക്കുകയും മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ പോലും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഏകകം എന്നുള്ളത് മനുഷ്യനാണ്. അയാളുടെ ജാതിയും മതവും വിദ്യാഭ്യാസവും അയാളുടെ ലിംഗവും അയാൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ രണ്ടാമതോ മൂന്നാമതോ നമ്മൾ പരിഗണിക്കുന്ന കാര്യമാണ്. അതാണ് ഇന്ന് വരെയുള്ള നമ്മുടെ ചരിത്രം. ഇതിനെ മാറ്റിമറിക്കാനുള്ള ശ്രമമാണ് പാപ്പുവിന് നേരെ നടക്കുന്നത്. മഹാത്മാഗാന്ധി എന്ന വൻമരം വീണാൽ ആ വലിയ ആണിക്കല്ല് എറിഞ്ഞാൽ ഇന്ത്യയെ വീണ്ടും ഒരു മത ജാതി വർഗീയ സംവിധാനമാക്കി പുനർസൃഷ്ടിക്കാൻ പറ്റുമെന്നവർക്കറിയാം. ഈ അടിത്തറയിൽ പണിത എത്രത്തോളം ദുർബലമാണെങ്കിലും നമ്മുടെ രാഷ്ട്ര ശരീരം എത്രത്തോളം ദുർബലമാണെങ്കിലും നമ്മുടെ അടിത്തറ അത്രമേൽ ഭദ്രമാണ്. ആ ഭദ്രമായിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ രക്തം കൊണ്ടുകൂടി ചേർത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൽ കറയുണ്ട് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളത് സാധാരണ മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മളുടെ ജീവിതം, നമ്മളുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ജീവിതം സമാധാനപരമായി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും തിരിച്ചറിയേണ്ട കാര്യം മഹാത്മാഗാന്ധിക്ക് നേരെയുള്ള ഈ ആക്രമണം നമ്മുടെ നാടിൻ്റെ ശീലങ്ങൾക്ക് നേരെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് നേരെ വരുന്ന ആക്രമണമാണ് എന്നുള്ളതാണ്. ഇതിനെ തടഞ്ഞു നിർത്തുക, ഇതിനെ ആശയപരമായി തന്നെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ, നമ്മളുടെ കുഞ്ഞുങ്ങളുടെയും കൊച്ചുമക്കളുടെയും കാര്യത്തിൽ താല്പര്യമുള്ള എല്ലാ മനുഷ്യരും ആലോചിക്കേണ്ട കാര്യമാണ്. മഹാത്മാഗാന്ധി അല്ല ലക്ഷ്യം. മഹാത്മാഗാന്ധി ഒരു സിമ്പൽ മാത്രമാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അദ്ദേഹം അടിത്തറയിട്ട ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ഫെഡറൽ സ്ട്രക്ചറും അതാണ് ഈ വർഗീയവാദികളുടെ, ഈ ഫാഷിസ്റ്റുകളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അലേർട്ടായിട്ടിരിക്കാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള ശ്രമം എല്ലാ മനുഷ്യരുടേതുമാണ്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതെന്നില്ല. ഈ ഫാസിസ്റ്റ് രാജ്യത്തിനെതിരെ നിൽക്കുന്ന എല്ലാ മനുഷ്യരും ചിന്തിക്കേണ്ട കാര്യം ഇതിൻ്റെ ഡിഫൻസ്, ഗാന്ധിയുടെ പ്രതിരോധം എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും പ്രതിരോധമാണ്. ഒരു ഗാന്ധി എന്ന് പറയുന്ന മതമനുഷ്യനെയോ മതജീവിയോ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യത്തേക്കാൾ 1915 ഇന്ത്യയിൽ ഇറങ്ങിയ മഹാത്മാഗാന്ധിയെ അല്ല 1948 മരിക്കുന്ന മഹാത്മാഗാന്ധിയെ കാണുന്നത്. ഇന്ത്യയെ ഒരു പരീക്ഷണശാലയാക്കുകയും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ആയുധങ്ങൾ കണ്ടെടുക്കുകയും അത് മാനവരാശിക്ക് മുഴുവൻ നൽകുകയും ലോകത്തിലെങ്ങുമുള്ള വിമോചന പ്രസ്ഥാനങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്ത ആ ആയുധം ഇന്ത്യയെ ഇന്നും ഒരു സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന നാടാക്കി നിലനിർത്തും. നമുക്ക് പോരായ്മകളുണ്ട്, ഇല്ലെന്നൊന്നും, നമ്മളതിനെ വീണ്ടും മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ അതിൽ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെ ഇളക്കാനുള്ള വലിയ ശ്രമങ്ങൾ വരുന്നുണ്ട്. നമുക്കതിനെ മെച്ചപ്പെടുത്താം, അതിൽ തെറ്റില്ല. പക്ഷേ അതിനെ ഇളക്കി മാറ്റി നമ്മൾ പകരം പ്രതിഷ്ഠിക്കാൻ വേണ്ടി പോകുന്നത് ഭീകരമായ വഷളത്വത്തെയായിരിക്കും. അതുകൊണ്ട് മഹാത്മാഗാന്ധിക്കെതിരെ നടക്കുന്ന ഈ ആക്രമണം ഒട്ടും നിഷ്കളങ്കമല്ല, അത് ആകസ്മികമല്ല, അത് വളരെ കൃത്യമായ പ്ലാനും പദ്ധതിയുടെയും ഭാഗമാണ്. ഇന്ത്യ ഒരു ഫാഷിസ്റ്റ് രാജ്യമാക്കി തീർക്കാനുള്ള വളരെ കൃത്യമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് മഹാത്മാഗാന്ധിയുടെ നേരെ നടക്കുന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് നേരെ നടക്കുന്ന, അദ്ദേഹം മുൻകൈയെടുത്ത് നടത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേരെ നടക്കുന്ന ആക്രമണം എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് നമ്മൾ പ്രകടമായി വാർത്തയിൽ കാണണമെന്നില്ല, പക്ഷേ ഈ പ്രചാരണം നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയിൽ നമുക്ക് ഒളിച്ചോടുക അസാധ്യമാണ്. ഇത് മാത്രമല്ല, അത് നമ്മൾ തിരിച്ചറിയുകയും ചെറുക്കാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്.